മഹാനായ ഔസുബിന് ഔസു സഖഫി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅ വഗസ്സല, ആരെങ്കിലും ജുമുഅ ദിനം കുളി നിർവഹിച്ചാൽ, അഥവാ അവൻ നന്നായി ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നു, വഗസ്സല അവൻ കുളിപ്പിക്കുകയും ചെയ്താൽ, ജുമുഅക്ക് പോകുമ്പോൾ ആ ഉദ്ദേശാർത്ഥം ആരെങ്കിലും കുളിച്ചാൽ, വബക്കറ വബതക്കറ, നേരത്തെ തന്നെ, എത്ര നേരത്തെ ജുമുഅക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ അത്രത്തോളം നേരത്തെ എത്തിപ്പെടുകയും, വബതക്കറ, ആ ജുമുഅയുടെ ആദ്യാവസാനം വരെ, ജുമുഅ ഖുത്ബയുടെ ആദ്യം മുതൽ സാഗൂതം അവൻ ഖുത്ബ ശ്രദ്ധിച്ച് ആ നിലക്ക് അവൻ നേരത്തെ തന്നെ ഖുത്ബ അവന് നഷ്ടപ്പെടാതെ അവൻ നേരത്തെ തന്നെ പള്ളിയിലെത്തുകയും ചെയ്താൽ, വദന, ഇമാമിനോടവൻ എത്രത്തോളം അടുത്തിരിക്കാൻ സാധിച്ചുവോ അവൻ അടുത്തിരിക്കുകയും ചെയ്തു, വസ്തമഅ, അവിടെ നടക്കുന്ന ഖുത്ബ അവൻ സാഗൂതം ശ്രവിച്ചു, വളരെ ശ്രദ്ധാപൂർവം അവൻ കേട്ടു, വഅൻസത, അവൻ മൗനം പാലിച്ചു. അതേപോലെ തന്നെ അവൻ പള്ളിയിലേക്ക് പോയത് വമശാവലം യർക്കബ്, ചില റിപ്പോർട്ടുകളിൽ കാണാം അവൻ നടന്നാണ് പോയത്, വാഹനത്തിൽ പോയില്ല. അവൻ ആ നടത്തം, അങ്ങനെ ഒരാൾ നടന്ന് ജുമുഅക്ക് പോയാൽ, കാന ലഹു, ആ വ്യക്തിക്കുണ്ട്, ബികുല്ലി ഖുതുവത്തിൻ യഖ്തുഹാ, അവൻ വെക്കുന്ന ഓരോ ചുവടുവെപ്പുകൾക്കുമുണ്ട്, അജുറു സനത്തിൻ, ഒരു വർഷത്തെ കൂലി. ഒരു വർഷത്തെ കൂലി, സഹോദരങ്ങളെ, ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ? ഒരു ചുവടുവെപ്പിന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിന് ഒരു കൊല്ലം സിയാമുഹാ വ ഖിയാമുഹാ, ഒരു കൊല്ലം നോമ്പെടുത്ത കൂലി, ഒരു കൊല്ലം നിസ്കാരം നിർവഹിച്ച കൂലി. എന്തിന്? വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമുഅ നിർവഹിക്കുവാൻ വേണ്ടി നടന്നു പോയാൽ.